അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, അതായത് റിവൈസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആണ് വേവ് മോഷൻ. കുറേ പേര് വേവ് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. വേവിൽ ആദ്യം എന്താണ് വേവ് എന്നറിയാം അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് വേവ് എന്താന്ന് അല്ലേ? ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം ഞാനൊരു ബേസിക് ഇട്ടിട്ട് പറയുകയാണ്. വേവ് 3 ടൈപ്സ്. ഫസ്റ്റ് മെക്കാനിക്കൽ വേവ്. ആദ്യത്തേതാണ് മെക്കാനിക്കൽ വേവ്. ഒരു വേവിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് വേവിന് നമ്മൾ പറയും മെക്കാനിക്കൽ വേവ്. അതായത് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമുള്ള വേവാണ് മെക്കാനിക്കൽ വേവ്. രണ്ടാമത്തേതാണ് നോൺ മെക്കാനിക്കൽ വേവ്. അത് നമ്മൾ എന്ത് പറയും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമില്ലാത്ത വേവ് ആണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. മൂന്നാമത്തത് മാറ്റർ വേവ്. ഇപ്പൊ മെയിൻ ആയിട്ട് വേവ് 3 ഏതൊക്കെയാണ്? ആദ്യമുള്ളത് മെക്കാനിക്കൽ വേവ്. അതിന് റിക്വയർ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. റിക്വയർ മീഡിയം. എക്സാമ്പിൾ, നമ്മളൊരു വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ടാൽ അതിൽ എന്തുണ്ടാവും? വേവ്സ് ഉണ്ടാവും അല്ലെ? വാട്ടർ വേവ്സ്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? മെക്കാനിക്കൽ വേവിന് എക്സാമ്പിൾ ആണ് വാട്ടർ വേവ്സ്. പിന്നെ ഉള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമില്ലാത്ത വേവിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡു നോട്ട് റിക്വയർ മീഡിയം. എക്സാമ്പിൾ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. UV റേസ്, അൾട്രാ വയലറ്റ് അല്ലെ? എക്സ് റേസ്, ഗാമ റേസ്, പിന്നെ നമ്മുടെ വിസിബിൾ ലൈറ്റ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എക്സാമ്പിൾ ആണ്. ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമില്ലാത്ത വേവാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. എക്സാമ്പിൾ ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, എക്സ് റേസ് എന്ന് നിങ്ങൾക്ക് പറയാം. ഗാമ റേസ്, നമ്മുടെ ഓർഡിനറി ലൈറ്റ്, അതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇതെല്ലാം കൂടെ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് സ്പീഡിലാണ് പോവുക ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വേവ് ആണ് മാറ്റർ വേവ്. മെറ്റീരിയൽ പാർട്ടിക്കിൾസിൽ അസോസിയേറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അങ്ങനെ പാർട്ടിക്കിൾസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ് ആണ് എന്ത്? മാറ്റർ വേവ്. വേറൊരു പേരൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡി ബ്രോഗ്ലി വേവ്സ്. De Broglie waves or matter waves, the waves associated with material particles. അതിന് എക്സാമ്പിൾ ഇലക്ട്രോൺ വേവ്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ്: മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആൻഡ് മാറ്റർ വേവ്സ്. ഈ മെക്കാനിക്കൽ വേവിനെ നമ്മൾ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. മെക്കാനിക്കൽ വേവിനെ നമ്മൾ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അത് നിങ്ങൾക്കറിയാം, ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പം മെക്കാനിക്കൽ വേവ് ആണിത്. മെക്കാനിക്കൽ വേവിൻ്റെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ it travels in the form of alternate crust and trough. Alternate crust and trough ആയിട്ട് പോകുന്ന വേവ് ആണ് ട്രാൻസ്വേഴ്സ് വേവ്. Then longitudinal എന്ന് പറഞ്ഞാൽ alternate compression and rarefaction. ഇത് alternate compression and rarefaction. So transverse wave എന്ന് പറഞ്ഞാൽ it travels in the form of alternate crust and trough. Longitudinal wave എന്ന് പറഞ്ഞാൽ it travels in the form of alternate compression and rarefaction. First point ആയല്ലോ. ഇനി second point പറയുന്നത് the particles vibrate perpendicular to the direction of motion. ശ്രദ്ധിച്ചതിന് നിങ്ങൾക്കറിയാം, വേവിൻ്റെ മോഷൻ along x direction ആണ്. പക്ഷെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് y ഡയറക്ഷനിലാണ്. അതായത് 2 എങ്ങനെയാണ്?
particles vibrate perpendicular to the direction of motion. മോഷൻ എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ വേവിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഏത് വേവില്? ട്രാൻസ്വേഴ്സ് വേവില്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവില് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. 2 പോയിന്റ് ആയി. ട്രാൻസ്വേഴ്സ് വേവ് travel in the form of alternate crest and trough. Longitudinal wave travels in the form of alternate compression and rarefaction. രണ്ടാമത്തെ പോയിന്റ്, ട്രാൻസ്വേഴ്സിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇവിടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇത് പ്രൊപ്പഗേറ്റ് ത്രൂ സോളിഡ്സ് ഓൺലി. ട്രാൻസ്വേഴ്സ് വേവ് സോളിഡ്സിലൂടെ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊപ്പഗേറ്റ് ത്രൂ സോളിഡ്സ് ഓൺലി. പക്ഷെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് propagate through solids, liquid and gas. Propagate through solid, liquid and gas. മൂന്നിലൂടെയും പാസ് ചെയ്യാൻ പറ്റും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇത് മെയിൻ ആയിട്ട് പോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യും. പോളറൈസേഷൻ എക്സിബിറ്റ്. ഈ പോളറൈസേഷൻ എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിക്കും. അപ്പോൾ ഇതിവിടെ ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ട്രാൻസ്വേഴ്സ് എക്സിബിറ്റ് പോളറൈസേഷൻ. ഇവിടെയോ ഡു നോട്ട് എക്സിബിറ്റ് പോളറൈസേഷൻ. ഇപ്പൊ 4 പോയിന്റ് ആയില്ലേ? ഏതൊക്കെയാ? ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽസ് ഇൻ ദ ഫോം ഓഫ് ഓൾട്ടർനേറ്റ് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എങ്ങനെ, ഏത് ഫോമിലാണ്? സോറി, ട്രാൻസ്വേഴ്സ് വേവ്സ് പ്രൊപ്പഗേറ്റ് ഇൻ ദ ഫോം ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇൻ ദ ഫോം ഓഫ് കംപ്രഷൻ ആൻഡ് റെയർഫാക്ഷൻ. ഇവിടെ ട്രാൻസ്വേഴ്സ് വേവ്സിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇവിടെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. തേർഡ് പോയിന്റ് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവിന് സോളിഡിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് സോളിഡ്സിലൂടെയും ലിക്വിഡിലും ഗ്യാസിലും എല്ലാത്തിലൂടെയും പാസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പോയിന്റ്, ട്രാൻസ്വേഴ്സ് വേവ് പോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നു. അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, സെക്കൻഡ് ഇയറിൽ പഠിക്കും കേട്ടോ. അപ്പോൾ പോളറൈസേഷൻ എക്സിബിറ്റ് ചെയ്യും ട്രാൻസ്വേഴ്സ് വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് പോളറൈസേഷൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇനി നമുക്ക് വേവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. ഞാനിവിടെ ട്രാൻസ്വേഴ്സ് വേവ് ആണ് വരയ്ക്കുന്നത്. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനൂടെ ബാധകമാണ് കേട്ടോ. വരയ്ക്കുമ്പോൾ ട്രാൻസ്വേഴ്സ് വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഓൾട്ടർനേറ്റ് ക്രസ്റ്റ് ആൻഡ് ട്രഫിൻ്റെ ഫോമിൽ പോകുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവ്. അതിൽ ആദ്യത്തെ ടേം നമ്മൾ വേവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതിൽ ഫസ്റ്റ് ടേം വരുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡിനെ സ്മോൾ എ എന്നും ക്യാപിറ്റൽ എ എന്നും റെപ്രസെന്റ് ചെയ്യാം. ഞാനിവിടെ സ്മോൾ ലെറ്റർ എ കൊടുത്താണ് ആംപ്ലിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്തത്. അപ്പം നമ്മൾ നോക്കിക്കേ, ഇതൊരു വേവ്. ഇതിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഇത് ക്രസ്റ്റും ഇത് ട്രഫും ആണ്. അപ്പർ പീക്കിനെ ക്രസ്റ്റ് എന്നും ലോവർ പീക്കിനെ ട്രഫ് എന്നും പറയും. ഈ ക്രസ്റ്റ് വരുന്ന പോർഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇവിടെയാണ്. അതേപോലെ ട്രഫ് വരുന്ന പോർഷനിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. അപ്പോൾ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. സോ ഇത് ആംപ്ലിറ്റ്യൂഡ്. സോ വാട്ട് ഇസ് ആംപ്ലിറ്റ്യൂഡ്? ഇറ്റ് ഇസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ വേവ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ടൈം പീരിയഡ്. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈം പീരിയഡ് എന്താന്ന്. സർക്കുലർ മോഷനിൽ പഠിച്ചിട്ടുണ്ട്, ഓസിലേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ സർക്കുലർ മോഷനിൽ പഠിച്ചത്? ഒരു കംപ്ലീറ്റ് സർക്കിൾ, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് ടൈം പീരിയഡ്. എന്തായിരുന്നു ഓസിലേഷനിലെ ടൈം പീരിയഡ്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ടൈം പീരിയഡ്? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ വേവ് മോഷൻ. എപ്പോഴാണ് ഒരു വേവ് മോഷൻ കംപ്ലീറ്റ് ആവുന്നത്? ഇവിടുന്ന് തുടങ്ങി ഇക്വിലിബ്രിയത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കംപ്ലീറ്റ് ചെയ്താലാണ് ഒരു വേവ് എന്ന് പറയാം. സോ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് എന്ത്? ടൈം പീരിയഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ വേവ് മോഷൻ, അതാണ് ഡെഫിനിഷൻ. ഇനി
തേർഡ് പോയിന്റ് നമ്മൾ ഇവിടെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത് ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. വാട്ട് ഇസ് ഫ്രീക്വൻസി? നമ്പർ ഓഫ് വേവ് മോഷൻ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടാവുന്നോ അതാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡ്. ഇക്വേഷൻ എന്ത് വരും? ന്യൂ ഈക്വൽ ടു 1/t. ഈ ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ വാട്ട് ഇസ് ഫ്രീക്വൻസി? ഇറ്റ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ്. അപ്പോൾ ഫ്രീക്വൻസി ക്ലിയർ ആയി. നാലാമത്തേതാണ് ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി ഇതൊക്കെ നമ്മൾ സർക്കുലർ മോഷനിൽ പഠിച്ച ടേം തന്നെയാണ്. ആംഗുലാർ ഫ്രീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ഒമേഗ. എന്താ ആംഗുലാർ ഫ്രീക്വൻസി പഠിച്ചത്? ഇറ്റ് ഈസ് 2π ടൈംസ് ദ ലീനിയർ ഫ്രീക്വൻസി. ലീനിയർ ഫ്രീക്വൻസിന്റെ 2π ടൈംസ് ആണ് ആംഗുലാർ ഫ്രീക്വൻസി. സോ ഇക്വേഷൻ ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. സിൻസ് ന്യൂ ഈക്വൽ ടു 1/t ആയതുകൊണ്ട് ഒമേഗനെ നമുക്ക് എങ്ങനെയും എഴുതാം? 2π/t എന്നും എഴുതാം. അപ്പൊ എന്തൊക്കെയായി? ആംപ്ലിറ്റ്യൂഡായി, ടൈം പീരീഡ് പറഞ്ഞു, ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി. നെക്സ്റ്റ് ആണ് വേവ് ലെങ്ത്. പേരിൽ തന്നെ ഉണ്ടല്ലേ വേവ് ലെങ്ത്. ഒരു വേവിന്റെ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ലാംഡ. വാട്ട് ഈസ് വേവ് ലെങ്ത്? Distance between two consecutive crest or two consecutive trough is known as wavelength. അല്ലെങ്കിൽ ഒരു ക്രസ്റ്റിനും ഒരു ട്രഫിനും ഇടയിൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് ലാംഡ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ടു കൺസിക്യൂട്ടീവ് ട്രഫ്, അതാണ് വേവ് ലെങ്ത്. ഇനി സിക്സ്ത് ടേം എന്ന് പറയുന്നത് വേവ് നമ്പർ ആണ്. Wave number. Wave number is the reciprocal of wavelength. Wavelength എന്താണോ അതിന്റെ റെസിപ്രോക്കൽ ആണ് വേവ് നമ്പർ. അപ്പൊ വേവ് നമ്പറിനെ നമ്മൾ ന്യൂ ബാർ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ? ന്യൂ ബാർ ഈക്വൽ ടു 1/λ. വേവ് ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് വേവ് നമ്പർ ന്യൂ ബാർ. ഇനി ലാസ്റ്റ് ടേം വരുന്നത് കട്ട് ചെയ്യുമോ? വീഡിയോ കട്ട് ചെയ്തോ? അപ്പൊ നമ്മൾ വേവ് നമ്പർ പറഞ്ഞു. വാട്ട് ഇസ് വേവ് നമ്പർ? ഇറ്റ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് വേവ് നമ്പർ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആംഗുലാർ വേവ് നമ്പർ. ആംഗുലാർ വേവ് നമ്പർ. ആംഗുലാർ വേവ് നമ്പറിനെ നമ്മൾ കെ എന്ന് പറഞ്ഞ ലെറ്റർ റെപ്രസെന്റ് ചെയ്യും. So k equal to 2π/λ. What is angular wave number? 2π/λ. അപ്പോൾ ഇതൊക്കെയാണ് വേവ് മോഷനിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ്. ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് 1 മാർക്കിൻ്റെതായിട്ട്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. വാട്ട് ഇസ് ആംപ്ലിറ്റ്യൂഡ്? ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അത് മുകളിലോട്ട് ക്രസ്റ്റിന്റെ ഭാഗത്തേക്കാവാം, ട്രഫിന്റെ ഭാഗത്തേക്കാവാം. എന്തായാലും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. രണ്ടാമത്തത് ടൈം പീരിയഡ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ മോഷൻ, വൺ വേവ് മോഷൻ. ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ വേവ് മോഷൻ. ഇനി മൂന്നാമത്തത് ഫ്രീക്വൻസി. വാട്ട് ഇസ് ഫ്രീക്വൻസി? Frequency is the number of wave motions in 1 second. ഒരു സെക്കൻഡിൽ എത്ര വേവ് ഉണ്ടോ അതാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡ്. ഓർ എങ്ങനെയും പറയാം, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ്. രണ്ട് രീതിയിൽ എഴുതാം. ഇനി നെക്സ്റ്റ് ആംഗുലാർ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഒമേഗ. ആംഗുലാർ ഫ്രീക്വൻസി ഈസ് 2π ടൈംസ് ലീനിയർ ഫ്രീക്വൻസി. ലീനിയർ ഫ്രീക്വൻസിന്റെ 2π ടൈംസ് 2π ന്യൂ. ന്യൂന് പകരം 1/t കൊടുത്താൽ ഒമേഗ ഈക്വൽ ടു 2π/t. നെക്സ്റ്റ് വേവ് ലെങ്ത് റെപ്രസെന്റഡ് ബൈ ലാംഡ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ടു കൺസിക്യൂട്ടീവ് ട്രഫ്. പിന്നെ ഉള്ളത് വേവ് നമ്പർ. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. ലാസ്റ്റ് ആംഗുലാർ വേവ് നമ്പർ k equal to 2π/λ.
ഇതൊക്കെയാണ് വേവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ടേംസ് ഒക്കെ ആവശ്യം വരും. അപ്പോൾ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ പഠിക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരും കേട്ടോ ബോർഡ് എക്സാമിന്. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി, ഇവർ മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താ നോക്കാം. അതും നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫിഗറും ട്രാൻസ്വേഴ്സിലാണ് പഠിക്കുന്നത്. ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ഹാവിംഗ് വേവ് ലെങ്ത് ലാംഡ, ടൈം പീരിയഡ്, ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈമാണ് ടൈം പീരിയഡ് 0 to t. അപ്പോൾ ശ്രദ്ധിച്ചേ, ഡെറിവേഷൻ ആയിട്ടൊന്നും നിങ്ങളത് പഠിക്കണ്ട. ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ച് പ്രോബ്ലംസ് വരും. പക്ഷെ എങ്ങനെയാണ് കിട്ടിയേ നോക്കാം. ഡെറിവേഷൻ എന്ന് പറയാനൊന്നുമില്ല, ചെറിയ 1-2 സ്റ്റെപ്സേ ഉള്ളൂ. വെലോസിറ്റി, എന്താ വെലോസിറ്റിൻ്റെ ജനറൽ ഇക്വേഷൻ പഠിച്ചത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഓർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതി ഞാൻ. വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ വി. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ക്രസ്റ്റ് ട്രഫ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത് ലാംഡ ബൈ ടൈം പീരിയഡ് ടി. സോ വി ഈക്വൽ ടു ലാംഡ ബൈ ടി. ഹിയർ 1/t ഓൾറെഡി നമുക്കറിയാം അല്ലേ. റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ് ഇസ് ഫ്രീക്വൻസി. സോ 1/tക്ക് പകരം ന്യൂ കൊടുത്താൽ v is equal to nu lambda. ഇക്വേഷൻ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വെലോസിറ്റിയും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? v is equal to nu lambda. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്താന്ന് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെലോസിറ്റി, ഡിഫറെൻറ്റ് വേവ്സ്, ട്രാൻസ്വേഴ്സിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെയും വെലോസിറ്റിയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഓൺ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. എന്താണ് ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു നൂലെടുത്തു, ഇതാ ഇവിടെ 2 തറ്റവും വലിച്ചു പിടിച്ചു. എന്നിട്ട് ഒരാൾ ഇവിടെ ഒരു സൈഡിൽ ഒരു ജെർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു വേവ് ഫോം ചെയ്യും. അതാണ് ആ വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സോ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഓൺ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇത് പ്രോബ്ലം വരാറുണ്ട് കേട്ടോ. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി v ഈക്വൽ ടു √T/μ. എന്താണ് വെലോസിറ്റി ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ? v ഈക്വൽ ടു √T/μ. where T is, ശ്രദ്ധിക്കണം, T ടൈം പീരീഡ് അല്ല. where T is tension, force acting on a string, അതാണ് ടെൻഷൻ. where T is tension and mu is mass per unit length. ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഓൺ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. എന്താ ഇക്വേഷൻ വരുന്നത്? v ഈക്വൽ ടു √T/μ, where T is tension and mu is mass per unit length. ഇത് ട്രാൻസ്വേഴ്സ് വേവിൻ്റെതാണ്. ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെത് നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ വെലോസിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം 3 മീഡിയത്തിലും വെലോസിറ്റി കാണണം. വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ സൗണ്ട് വേവ് ആണ് കേട്ടോ. ഇപ്പൊ സൗണ്ടിന് സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും പാസ് ചെയ്യാം. അപ്പോൾ ആ 3 മീഡിയത്തിലും നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. v ഈക്വൽ ടു √E/ρ. ഈ നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ. വാട്ട് ഈസ് E? E is modulus of elasticity. Modulus of elasticity.
അപ്പൊ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വെലോസിറ്റി? v equal to root of e by rho, where e is modulus of elasticity and rho is density. ഇനി നമ്മൾ ഇത് 3 ഡിഫറെന്റ് മീഡിയത്തിലേക്ക് മാറ്റാൻ പോവാണ്. ആദ്യത്തേത് സോളിഡ്സിലാണെങ്കിൽ എന്താണ് വെലോസിറ്റി? v equal to root of y by rho. y ഓർമ്മ വന്നു അല്ലേ? what is y? y is Young's modulus. y is Young's modulus. അപ്പോൾ സോളിഡിലാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണ് വരുന്നത്? v equal to root of y by rho, where y is Young's modulus. ഇനി ലിക്വിഡിലാണെങ്കിൽ v equal to root of, ലിക്വിഡിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ബൾക്ക് മോഡുലസ്, വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ അല്ലേ? സോ b by rho, where b is bulk modulus. അപ്പോൾ രണ്ടെണ്ണായി. സോളിഡില് വെലോസിറ്റി v equal to root of y by rho ആണെങ്കിൽ ലിക്വിഡ്സിലെ വെലോസിറ്റി v is equal to root of b by rho. ഇനി അടുത്തത് ഗ്യാസിലാണെങ്കിൽ v equal to root of p by rho എന്നായി മാറി, where p is pressure. 3 ഇക്വേഷൻ ആയില്ലേ? വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മെയിൻ ഇക്വേഷൻ എന്താണ്? v equal to root of e by rho. അത് സോളിഡിലാണെങ്കിൽ v equal to root of y by rho, ലിക്വിഡിലാണെങ്കിൽ v equal to root of b by rho, ഗ്യാസിലാണെങ്കിൽ v equal to root of p by rho. ഈ ഇക്വേഷനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറയുന്നത്. എന്താണ് ന്യൂട്ടൺസ് ഫോർമുല? എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ന്യൂട്ടൺസ് ഫോർമുല. വാട്ട് ഈസ് ന്യൂട്ടൺസ് ഫോർമുല? v equal to root of p by rho, where p is pressure. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. ഈ വാല്യൂ വെച്ചിട്ട് അറ്റ്മോസ്ഫറിക് പ്രഷർ നിങ്ങൾക്കറിയാം 180 ആണ്. ഡെൻസിറ്റി ഓഫ് എയർ 1.293. അപ്പം നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് velocity of sound in air at STP. Velocity of sound in air at STP. Sound ഒരു longitudinal wave ആണ്. എയർ എന്ന് പറഞ്ഞ മീഡിയത്തിൽ അതിൻ്റെ വെലോസിറ്റി എന്താണ് വരെ? STPയിലെ സ്റ്റാൻഡേർഡ് പ്രഷർ P equal to 180 m അല്ലേ? സ്റ്റാൻഡേർഡ് പ്രഷർ 180 m. ഡെൻസിറ്റി ഓഫ് എയർ 1.293 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതിനെ SI യൂണിറ്റിലേക്ക് മാറ്റിയാൽ 1.01 into 10⁵ പാസ്കൽ. ഈ വാല്യൂ കൊടുത്താൽ എന്ത് വരുന്നു നമുക്ക് നോക്കാം. v equal to root of വാല്യൂ കൊടുക്കുകയാണേ ഞാൻ 1.01 into 10⁵ ഡിവൈഡഡ് ബൈ 1.293. ഇത് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 280 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്രയാണ്? 280 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ ആക്ച്വൽ വാല്യൂ വരുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് STP ആക്ച്വൽ വാല്യൂ എത്രയാണ്? 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫോർമുല നമുക്ക് എത്രയാണ് കിട്ടിയത്? 280 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയത്. അതായത് ഇതിനേക്കാൾ ഒരു 15% കുറവാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. അപ്പോൾ എന്ത് പറയാം? ഈ ഫോർമുലയിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് അല്ലേ? ഈ ഫോർമുല കറക്റ്റ് ആണെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 330 മീറ്റർ പെർ സെക്കൻഡ് കിട്ടണം. പക്ഷെ നമുക്ക് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 280 മീറ്റർ പെർ സെക്കൻഡേ കിട്ടിയിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്തു? ശ്രദ്ധിക്കണേ.
ലാപ്ലേസ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഈ ഇക്വേഷന് ജസ്റ്റ് ഒരു കറക്ഷൻ കൊടുത്തു. ന്യൂട്ടൺസ് ഫോർമുലയിൽ ഒരു കറക്ഷൻ കൊടുത്തിട്ട് v ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ എന്നാക്കി മാറ്റി. എന്താണ് ലാപ്ലേസസ് കറക്ഷൻ? v ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ, വേർ ഗാമ ഞാൻ മുകളിൽ എഴുതാം. ഗാമ റേഷ്യോ ബിറ്റ്വീൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി Cp ആൻഡ് Cv. Cp ബൈ Cv ആണ് ഗാമ. അപ്പൊ എയറിന്റെ വാല്യൂ 7/5 ആണ്. ഇനി നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ ഇവിടെ. v ഈക്വൽ ടു റൂട്ട് ഓഫ് 7/5 ഇൻറ്റു 1.01 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ 1.293 കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും വാല്യൂ? 330 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ന്യൂട്ടൺസ് ഫോർമുലയും പറഞ്ഞു, ലാപ്ലേസസ് കറക്ഷനും പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ ഈ പോയിന്റ്സ് ഒന്ന് നോക്കാം. ആദ്യം വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. എന്താണ് മെയിൻ ഇക്വേഷൻ? v ഈക്വൽ ടു റൂട്ട് ഓഫ് e ബൈ റോ, വേർ e is modulus of elasticity and rho is density. ഈ ഇക്വേഷന് നമ്മൾ 3 മീഡിയത്തിൽ സെപ്പറേറ്റ് എഴുതി. സോളിഡിലാണെങ്കിൽ v ഈക്വൽ ടു റൂട്ട് ഓഫ് y ബൈ റോ, വേർ y is യങ്സ് മോഡുലസ്. ലിക്വിഡിലാണെങ്കിൽ v ഈക്വൽ ടു റൂട്ട് ഓഫ് b ബൈ റോ, വേർ b is ബൾക്ക് മോഡുലസ്. ഗ്യാസിലാണെങ്കിലോ v ഈക്വൽ ടു റൂട്ട് ഓഫ് p ബൈ റോ. ഈ ഇക്വേഷനെയാണ് എന്ത് പറഞ്ഞത്? ന്യൂട്ടൺസ് ഫോർമുല. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫോർമുല, velocity of sound in air at STP is found to be 280 meter per second, but experimental value is 330 meter per second. So ലാപ്ലേസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ന്യൂട്ടൺസ് ഫോർമുലയിൽ ചെറിയൊരു കറക്ഷൻ കൊടുത്തിട്ട് ആ ഇക്വേഷനെ എന്താക്കി മാറ്റി? v ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ എന്നാക്കി മാറ്റി. വേർ ഗാമ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ Cp ആൻഡ് Cv. അപ്പൊ എയറിന്റെ വാല്യൂ 7/5 ആണ്. അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് STP ഏകദേശം എത്ര കിട്ടും? 330 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ ബോർഡ് എക്സാമിന് ഈ ഭാഗത്ത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ന്യൂട്ടൺസ് ഫോർമുലയും ലാപ്ലേസസ് കറക്ഷനും. ന്യൂട്ടൺസ് ഫോർമുല v ഈക്വൽ ടു റൂട്ട് ഓഫ് p ബൈ റോ, ലാപ്ലേസസ് കറക്ഷൻ v is equal to root of gamma p ബൈ റോ. ഓക്കെ, ആ ടോപ്പിക് ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സ്റ്റാൻഡിംഗ് വേവ്സ്. സ്റ്റാൻഡിംഗ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ് എന്നും പറയും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രാവലിംഗ് വേവ് ആണ്. ആ ട്രാവലിംഗ് വേവിന്റെ ജനറൽ ഇക്വേഷൻ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ട്രാവലിംഗ് വേവ് ആയിരുന്നു. അതിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ്. ഇതിൽ ഓരോ ടേമും എന്താണെന്ന് നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, കെ ആംഗുലാർ വേവ് നമ്പർ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ അതാണെന്ന് ഓർമ്മിച്ച് വെക്കുക. y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. അങ്ങനെ രണ്ട് വേവ്സ്, രണ്ട് ട്രാൻസ്വേഴ്സ് വേവ്, രണ്ട് ഐഡന്റിക്കൽ ട്രാൻസ്വേഴ്സ് വേവ്, സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം വേവ് ലെങ്ത്, സെയിം ഫേസിലുള്ള രണ്ട് വേവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാണ്. ഒന്ന് റൈറ്റിലേക്കാണെങ്കിൽ അടുത്തത് ലെഫ്റ്റിലേക്കാണ്. രണ്ടും ഐഡന്റിക്കൽ ആണ്. ശ്രദ്ധിക്കണം, രണ്ട് ഐഡന്റിക്കൽ ട്രാൻസ്വേഴ്സ് വേവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് അവരെ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? സ്റ്റാൻഡിംഗ് വേവ്.
So what is standing wave? Two identical waves, two identical transverse wave travel in opposite direction, combine together to form standing wave. രണ്ട് ഐഡന്റിക്കൽ വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ് സ്റ്റാൻഡിങ് വേവ്. ഞാനിവിടെ വരയ്ക്കാണ്, ജസ്റ്റ് ഒറ്റൊരെണ്ണേ വരയ്ക്കുന്നുള്ളൂ. ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ്, സെയിം ഐഡന്റിക്കൽ വേവ്, അതിൻ്റെ തന്നെ റിഫ്ലക്റ്റഡ് ആണെന്ന് കരുതിയാൽ മതി. ഐഡന്റിക്കൽ വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു. ഒന്ന് റൈറ്റിലേക്കാണെങ്കിൽ അടുത്തത് ലെഫ്റ്റിലേക്ക്. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്താൽ പുതിയൊരു വേവ് ഉണ്ടാവും. ആ വേവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡിങ് വേവ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വാട്ട് ഈസ് സ്റ്റാൻഡിങ് വേവ്? ടു ഐഡന്റിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് traveling in opposite direction combine together to form standing wave or stationary wave. ഇനി ശ്രദ്ധിക്കാം, ഈ സ്റ്റേഷനറി വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മിനിമം വരുന്ന പോയിന്റുകൾ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ആ ആംപ്ലിറ്റ്യൂഡ് മിനിമം വരുന്ന പോയിന്റുകളെ നമ്മൾ നോഡ് എന്ന് പറയും. എൻ നോഡ്, ദ പോയിന്റ് വേർ ആംപ്ലിറ്റ്യൂഡ് മിനിമം, ആംപ്ലിറ്റ്യൂഡ് മിനിമം വരുന്ന പോയിന്റ് ആണ് നോഡ്. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വരുന്ന പോയിന്റിനെ നമ്മൾ ആൻറ്റി നോഡ് എന്ന് പറയുന്നു. ഇതൊക്കെ ആൻറ്റി നോഡാണ്. അപ്പം സ്റ്റാൻഡിങ് വേവിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, സ്റ്റാൻഡിങ് വേവ്സിൽ ആംപ്ലിറ്റ്യൂഡ് മിനിമം വരുന്ന പോയിന്റിനെ നോഡ് എന്നും ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വരുന്ന പോയിന്റിനെ ആൻറ്റി നോഡ് എന്നും പറയും. ഇനി അടുത്ത പോയിന്റ്, ഇത് ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ആ നോക്കിയിട്ട് പറഞ്ഞ ഇതിനിടയിലാ? ഒരു നോഡിനും ഒരു ആൻറ്റി നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണിത്. അതെപ്പോഴും λ/4 ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോഡ് ആൻഡ് ആൻറ്റി നോഡ് is λ/4. അങ്ങനെയാണെങ്കിൽ ഈ ആൻറ്റി നോഡിനും ഈ നോഡിനും ഇടയിലും ഒരു λ/4 ഉണ്ടാവില്ലേ? സോ ടോട്ടൽ എത്രയായിരിക്കും? ഇതെവിടെ പറയാം, രണ്ട് നോഡിനിടയിലോ അല്ലെങ്കിൽ രണ്ട് ആൻറ്റി നോഡിനിടയിലോ വരുന്ന ഡിസ്റ്റൻസ് λ/2. അപ്പൊ എന്തൊക്കെയായി പോയിന്റ്സ്? ഒന്നുകൂടെ പറയാണ്, പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ആദ്യം എന്താണ് സ്റ്റാൻഡിങ് വേവ് എന്ന് പറയാം. എന്താ സ്റ്റാൻഡിങ് വേവ്? ടു ഐഡന്റിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കമ്പൈൻ ടു ഫോം സ്റ്റാൻഡിങ് വേവ്. ഇനി ദ പോയിന്റ് വേർ ആംപ്ലിറ്റ്യൂഡ് മിനിമം ഇസ് നോൺ ആസ് നോഡ്. ദ പോയിന്റ് വേർ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഇസ് നോൺ ആസ് ആൻറ്റി നോഡ്. Distance between node and antinode is distance between node and antinode is λ/4. Distance between two consecutive node or two consecutive antinode is λ/2. അപ്പോൾ അത്രയും പോയിന്റ്സ് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ സ്റ്റാൻഡിങ് വേവിൻ്റെ ജനറൽ ഇക്വേഷനിലേക്ക് പോവാണ്. ശ്രദ്ധിക്കണേ. ഫസ്റ്റ് രണ്ട് ഐഡന്റിക്കൽ വേവ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഫസ്റ്റ് വേവ് എ സൈൻ ω t - kx, ഇതാണ് ആദ്യത്തെ വേവ്. ഐഡന്റിക്കൽ വേവ് ആണ്, ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ രണ്ടാമത്തെ വേവ് എന്തായിരിക്കും? y2 = ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണേ, എ സൈൻ ω t + kx അല്ലേ? രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ടു ഐഡന്റിക്കൽ വേവ്സ് ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ആദ്യത്തെ വേവ് എ സൈൻ ω t - kx ആണെങ്കിൽ രണ്ടാമത്തെ വേവ് എ സൈൻ ω t + kx. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്താലാണ് നമുക്ക് എന്ത് വരിക? സ്റ്റാൻഡിങ് വേവ് കിട്ടുക. അപ്പം നമുക്ക് ഇവരെ കമ്പൈൻ ചെയ്ത് എഴുതാലോ? ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. y = രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? രണ്ടിലും കോമൺ ആയിട്ട് എ ഉണ്ട് അല്ലേ? എ സൈൻ കോമൺ ആയിട്ട് എടുക്കരുത്.
എ മാത്രമാണ് കോമൺ ആയിട്ട് എടുക്കുക. ബാക്കി ശ്രദ്ധിച്ച് പറഞ്ഞേ, ബാക്കി എന്താ ഉള്ളത്? സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പുറത്തെടുത്തു. ഒരു സ്റ്റെപ്പ് എഴുതാം, y ഈക്വൽ ടു y1 പ്ലസ് y2 ആണ്. അപ്പോൾ y2ന് പകരം എ കോമൺ ഉണ്ട്. ബാക്കി സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ്. ക്ലിയർ ആയോ? രണ്ട് ട്രാൻസ്വേഴ്സ് വേവ് y1ഉം y2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് അവരെ കമ്പൈൻ ചെയ്യും. സോ y ഈക്വൽ ടു y1 പ്ലസ് y2. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എ ഉണ്ട്. ബാക്കി സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്, സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ്. ഏത് ഫോമിലാ നോക്കിക്കേ. ഇത് എ ആയിട്ട് എടുക്കും, ഇത് ബി ആയിട്ടും. അപ്പം എന്ത് വരും? സൈൻ എ പ്ലസ് സൈൻ ബി. സൈൻ എ പ്ലസ് സൈൻ ബിൻ്റെ എക്സ്പാൻഷൻ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. അതല്ലേ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചത്. അപ്പം ഞാൻ അതുപോലെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. നിങ്ങൾ ശ്രദ്ധിക്കണം, എ അവിടെ തന്നെ ഉണ്ട്. 2 സൈൻ, അങ്ങനെ തന്നെ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 എന്താണ്? ഒമേഗ ടി മൈനസ് കെ എക്സ്, അതാണ് എ. പ്ലസ് ബി, ബി എന്താ? ഒമേഗ ടി പ്ലസ് കെ എക്സ് ബൈ 2. കിട്ടിയല്ലോ. 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു, ഞാൻ താഴേക്ക് എഴുതുകയാണ്, കോസ് എ മൈനസ് ബി ബൈ 2. എന്ത് വരും? ഒമേഗ ടി മൈനസ് കെ എക്സ് മൈനസ് ബി ആണ്. അപ്പം മൈനസ് കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. മൈനസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ബൈ 2. അപ്പം എന്തൊക്കെ എഴുതി പറഞ്ഞേ? 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ഉള്ളത് കൊണ്ട് രണ്ടിനും മൈനസ് കൊടുത്തു, മൈനസ് ബി ബൈ 2. എന്തൊക്കെ ക്യാൻസൽ ചെയ്യുന്നുള്ളത് പറഞ്ഞേ. എന്തൊക്കെയാ ക്യാൻസൽ ചെയ്യാനുള്ളത്? ഇതാ മൈനസ് കെ എക്സും പ്ലസ് കെ എക്സും ക്യാൻസൽ ചെയ്തു. ഇവിടെയോ പ്ലസ് ഒമേഗ ടിയും മൈനസ് ഒമേഗ ടിയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തൊക്കെയുണ്ട്? ഞാൻ ആ സ്ക്വയർ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാൻ പോവാ. ശ്രദ്ധിക്കണം കേട്ടോ. ഈ 2 ഉണ്ട് ഇവിടെ, 2 പിന്നെ എ സൈൻ, ശ്രദ്ധിക്കണം ഈ എ ആണിത്, 2a സൈൻ മൈനസ് കെ എക്സ് പ്ലസ് കെ എക്സ് കട്ട് ചെയ്തു. ബാക്കി ഒമേഗ ടി പ്ലസ് ഒമേഗ ടി 2 ഒമേഗ ടി ബൈ 2 ഇൻറ്റു, ഇനി കോസിൻ്റെ ടേമിൽ കോസ് പ്ലസ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി ക്യാൻസൽ ചെയ്തു. മൈനസ് കെ എക്സും മൈനസ് കെ എക്സും മൈനസ് 2 kx ബൈ 2. ഇനിയും കട്ട് ചെയ്യാലോ നമുക്ക്. 2 കട്ട് ചെയ്യാം അല്ലേ. അപ്പം ആൻസർ എന്താ? 2a സൈൻ ഒമേഗ ടി കോസ് മൈനസ് കെ എക്സ് അല്ലേ. കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയാണ്. അപ്പോൾ കോസ് മൈനസ് കെ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? കെ എക്സ്. അപ്പം ഞാൻ ഈ കോസ് കെ എക്സിന് ആദ്യം എഴുതി. അപ്പോഴോ 2a കോസ് കെ എക്സ് സൈൻ ഒമേഗ ടി. ഇതാണ് ആരുടെ ഇക്വേഷൻ? സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സ്റ്റേഷനറി വേവും ട്രാവലിംഗ് വേവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? രണ്ട് ഇക്വേഷൻ നോക്കിക്കേ. ട്രാവലിംഗ് വേവിൽ സൈൻ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഇതവിടെ ട്രാവലിംഗ് വേവിൽ സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ മാത്രമേ വരുള്ളൂ. പക്ഷേ
സ്റ്റാൻഡിങ് വേവിൽ എന്തുണ്ട്? സൈനും ഉണ്ട് കോസും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്കിൽ പ്രോബ്ലംസ് ഉണ്ട്. ട്രാവലിംഗ് വേവ് ആണെങ്കിൽ ഐദർ സൈൻ ഉണ്ടാവും ഓർ കോസ് ഉണ്ടാവും. പക്ഷെ സ്റ്റാൻഡിങ് വേവിൽ സൈനും ഉണ്ടാവും കോസും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഈ ഡെറിവേഷൻ പറയും. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നുന്നു അല്ലേ? രണ്ട് ട്രാൻസ്വേഴ്സ് വേവ്, ഐഡന്റിക്കൽ ട്രാൻസ്വേഴ്സ് വേവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണെങ്കിൽ അവരെ ക്ലബ് ചെയ്ത് പുതിയൊരു വേവ് ഫോം ചെയ്യും. അതാണ് സ്റ്റാൻഡിങ് വേവ്. ആംപ്ലിറ്റ്യൂഡ് മിനിമം വരുന്ന പോയിന്റ് നോഡ്, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വരുന്ന പോയിന്റ് ആൻറ്റി നോഡ്. രണ്ട് നോഡിനിടയിലോ രണ്ട് ആൻറ്റി നോഡിനിടയിലോ λ/2, ഒരു നോഡിനും ഒരു ആൻറ്റി നോഡിനും ഇടയിൽ λ/4. പിന്നെയാണ് ഡെറിവേഷൻ. ശ്രദ്ധിച്ചേ. ആദ്യം നമ്മുടെ കയ്യിലൊരു ട്രാൻസ്വേഴ്സ് വേവ് y1 = a sin ωt - kx. ഐഡന്റിക്കൽ ആയിട്ട് മറ്റൊരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ഈ മൈനസ് എന്നുള്ളത് പ്ലസ് ആയി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ് സ്റ്റാൻഡിങ് വേവ്. സോ y = y1 + y2. ഇതിൽ കോമൺ ആയിട്ട് a എടുത്തു. a കോമൺ എടുത്താൽ ബാക്കി sin ωt - kx പ്ലസ് sin ωt plus kx. ഏത് ഫോർമുല? sin a plus sin b. എക്സ്പാൻഡ് ചെയ്തു. എങ്ങനെ? 2 sin a plus b/2 into cos a minus b/2. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടേം ഒക്കെ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് കിട്ടി? y = 2a cos kx sin ωt. ഡെറിവേഷൻ ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലേക്ക് പോവാം നമുക്ക്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡിങ് വേവിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാൻ പോവാം. ആപ്ലിക്കേഷൻസിൽ നമ്മൾ ചെയ്യുന്നത് ഓർഗൻ പൈപ്പ്, മ്യൂസിക്കൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഓർഗൻ പൈപ്പ് എന്ന് പറയുന്നത്. വിത്ത് എഫക്റ്റ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിങ് വേവിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നതാണ് ക്ലോസ്ഡ് പൈപ്പ്. നമ്മൾ പണ്ട് 10th പഠിച്ചിട്ടുണ്ട്. റെസൊണൻസ് കോളം ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരു വലിയ മെറ്റാലിക് ട്യൂബ്, അതിനുള്ളിൽ ഒരു PVC പൈപ്പ് ഉണ്ട്, വെള്ളം ഉണ്ടാവും. നമ്മളൊരു റബ്ബർ പാഡിൽ ട്യൂണിങ് ഫോർക്ക് അടിച്ചിട്ട് ഇതിൻ്റെ മൗത്തിൽ കൊണ്ടുവയ്ക്കും PVC പൈപ്പിൻ്റെ. എന്നിട്ട് PVC പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു സൗണ്ട് വരും. ഏതോ ഒരു പൊസിഷനിൽ നമുക്ക് മാക്സിമം സൗണ്ട് കിട്ടും. അതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ അതേ ഡിവൈസാണ്. 10th പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റെസൊണൻസ്. അത് തന്നെയാണ് ഇത് ക്ലോസ്ഡ് പൈപ്പ്. റെസൊണൻസ് കോളം ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, ഒരു എൻഡ് ഓപ്പൺ ആണ്. ഒരു പൈപ്പ്, ആ പൈപ്പിൻ്റെ ഉള്ളിൽ, അതായത് ഒരു മെറ്റാലിക് പൈപ്പ്, അതിൻ്റെ ഉള്ളിൽ ഒരു PVC പൈപ്പ് ഉണ്ട്, വെള്ളമുണ്ട്. നമ്മൾ ട്യൂണിങ് ഫോർക്ക് അടിച്ച് വെക്കുന്നതിനനുസരിച്ച് സൗണ്ട് ഉണ്ടാവും. മാക്സിമം സൗണ്ട് കിട്ടുന്ന പോയിൻ്റാണ് റെസൊണൻസ്. അതേപോലെ ഇതൊരു ട്യൂബാണ്. ഇതിനുള്ളിലുള്ള വേവ്, നേരത്തെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് വേവ് വരച്ചത് അല്ലേ? ഇതെങ്ങനെയാണ് വേവ് വരച്ചത്? എന്നിട്ട് ഇത് കമ്പൈൻ ചെയ്തു എന്നല്ലേ പറഞ്ഞേ? ഈ വേവിനെ ശ്രദ്ധിക്കണം. ഈ ഹൊറിസോണ്ടലായിട്ട് വരച്ച ഈ ഒരു വേവിനെ നമ്മൾ ട്യൂബ് ആയതുകൊണ്ട്, ട്യൂബ് ഇപ്പോഴും വെർട്ടിക്കൽ അല്ലേ, അപ്പോൾ വെർട്ടിക്കലായിട്ട് വരച്ചതാണ് ഈ 3 കേസ്. അതിൻ്റെ 3 ഡിഫറെൻറ്റ് കേസസ് ആണ്. ഉള്ളിലുള്ള PVC പൈപ്പിൻ്റെ 3 ഡിഫറെൻറ്റ് കേസസ് ആണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഇതിനെ ഹാർമോണിക്സ് എന്ന് പറയും, ഓവർടോൺ എന്ന് പറയും കേട്ടോ. അപ്പം നോക്കുക, ആദ്യത്തെ കേസ്, ഫസ്റ്റ് കേസിൽ ഞാൻ ഓൾറെഡി ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതൊരു വേവ്, ഇതൊരു വേവ്, അത് കമ്പൈൻ ചെയ്തതാണ് ഇത്. ഇതാ ഇങ്ങനെയുള്ള കണ്ട, ഇങ്ങനെ കുറേ വേവ് ഉണ്ടായിരുന്നു നേരത്തെ നമുക്ക്. ഇതിൽ ഈ ഒരു പോർഷൻ ആദ്യത്തേത് മാത്രം കണ്ടില്ലേ? ഈ ആദ്യത്തേത് മാത്രമാണ് ഞാൻ വെർട്ടിക്കലായിട്ട് വരച്ചത്. അപ്പോൾ ഇതിൽ ആംപ്ലിറ്റ്യൂഡ് മിനിമം എവിടെയാ? ഇവിടെയല്ലേ വരിക ആംപ്ലിറ്റ്യൂഡ് മിനിമം. ആംപ്ലിറ്റ്യൂഡ് മിനിമം വരുന്ന പോയിന്റ് ആണ് നോഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നോഡ്. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വരുന്ന പോയിന്റ് ആൻറ്റി നോഡ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഒരു നോഡും ഒരു ആൻറ്റി നോഡും. ഇനി രണ്ടാമത്തത്, ഇതൊരു നോഡ്, ഇതാ മീറ്റ് ചെയ്ത് മിനിമം വന്നത് ഇവിടെ ഒരു നോഡ്, ഇതൊരു ആൻറ്റി നോഡ്, ഇതും ഒരു ആൻറ്റി നോഡ്, മാക്സിമം വരുന്നത് ആൻറ്റി നോഡ്. അപ്പോൾ രണ്ടാമത്തെ ഒരേ ലെങ്ത്തിൽ വരയ്ക്കണം നിങ്ങൾ കേട്ടോ. ട്യൂബ് വരയ്ക്കുമ്പോൾ നീളം കൂടി കുറഞ്ഞ് വരരുത്.
ഇത് മൂന്നിനും ഒരേ സൈസായിരിക്കണം. ഇപ്പം രണ്ടാമത്തെ കേസിൽ 2 നോഡ് 2 ആൻറ്റി നോഡ്. ഇനി മൂന്നാമത്തെ കേസിൽ ശ്രദ്ധിച്ചേ, ഇത് നോഡ് മൂന്നാമത്തെ കേസിൽ 3 നോഡ്, ഇവിടെ ഒരു ആൻറ്റി നോഡ്, ഇവിടെ ഒരു ആൻറ്റി നോഡ്, ഇവിടെ ഒരു ആൻറ്റി നോഡ്, 3 നോഡ് 3 ആൻറ്റി നോഡ്. അപ്പോൾ ഫിഗർ ക്ലിയർ ആയല്ലോ. ഇങ്ങനെ തന്നെ കൗണ്ട് ചെയ്ത് തന്നെ വരയ്ക്കണം കേട്ടോ, എന്നാലേ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ റേഷ്യോ കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസിൽ 1 നോഡ് 1 ആൻറ്റി നോഡ്, രണ്ടാമത്തത് കൗണ്ട് ചെയ്ത് തന്നെ വരയ്ക്കുക, 2 നോഡ് 2 ആൻറ്റി നോഡ്. മൂന്നാമത്തെ കേസ് 3 നോഡ് 3 ആൻറ്റി നോഡ്. ഇനി ആ ഫ്രീക്വൻസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാ. ശ്രദ്ധിക്കാം, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, 1 നോഡിനും 1 ആൻറ്റി നോഡിനും ഇടയിൽ എത്രയാ ഡിസ്റ്റൻസ്? λ/4. ഈ ട്യൂബിൻ്റെ ലെങ്ത് L ആണ്. അപ്പം ശ്രദ്ധിക്കുക, L = λ/4 അല്ലേ? അവിടെ ഫ്രീക്വൻസി റേഞ്ചിൽ λ/4 ആണ് വരുന്നത്. ലാംഡ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, λ = 4L. ഇത് ഫസ്റ്റ് കേസിൽ അല്ലേ? ഫസ്റ്റ് കേസിൽ വേവ് ലെങ്ത്. ഇനി ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ നമ്മൾ പഠിച്ചത്? V = ന്യൂ ലാംഡ അല്ലേ? therefore ന്യൂ = V/λ ആണോ? V = ന്യൂ ലാംഡ ആണെങ്കിൽ ന്യൂ = V/λ ആണ്. അപ്പോൾ ഫസ്റ്റ് കേസ് ന്യൂ 1 = V/λ1. λ1 എത്രയാണ്? 4L. സോ ന്യൂ 1 = V/4L. എന്താണ് ന്യൂ 1? V/4L. ഇനി രണ്ടാമത്തത് L = ശ്രദ്ധിച്ച് പറയണം, എത്ര λ/4 ഉണ്ട്? ഇവിടെ 1, ഞാൻ ജസ്റ്റ് നമ്പർ ഇടുന്നേ ഉള്ളൂ, അതൊക്കെ λ/4 ആണ്. ഇതാ 2, ഇവിടെ 3. എത്ര λ/4? 3 λ/4 അല്ലേ? രണ്ടാമത്തെ കേസിൽ 3 λ/4. ഇതാ ഇതിനിടയിൽ 1, ഇതിൻ്റെ ഇടയിൽ രണ്ടാമത്തത്, ഇതിനിടയിൽ മൂന്നാമത്തത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പറ, വാട്ട് ഇസ് ലാംഡ? 4 മുകളിലോട്ടും വരും, 3 താഴേക്കും വരും. λ = 4L/3. ഇതാണ് രണ്ടാമത്തെ കേസ്, λ2. അപ്പൊ ന്യൂ 2 = V/λ2. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. V/λ2 പകരം 4L/3. ആ 3 എവിടേക്ക് പോവും? നേരെ മുകളിലോട്ട് പോവും. അപ്പം ന്യൂ 2 = 3 മുകളിലോട്ട് പോയി, 3V/4L. 3V/4L. ഈ V/4L ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. വാട്ട് ഇസ് V/4L? ന്യൂ 1. അപ്പം ഇതെന്തായി മാറി? ന്യൂ 2. 3 ന്യൂ 1 അല്ലേ? ആദ്യത്തെ ഫ്രീക്വൻസി എന്താണോ അതിൻ്റെ 3 ടൈംസ് ആണ് രണ്ടാമത്തെ ഫ്രീക്വൻസി. അപ്പം ശ്രദ്ധിക്കണം, ആദ്യം L = എത്ര λ/4 ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. അവിടുന്ന് λ = കണ്ടുപിടിച്ചു 4L/3. പിന്നെ ഫ്രീക്വൻസി ന്യൂ 2 = V/λ2. λ2 പകരം 4L/3. 3 നേരെ മുകളിലോട്ട്, 3V/4L. അവിടെ V/4L ന്യൂ 1 ആണ്. സോ 3 ന്യൂ 1. അടുത്ത കേസ് എത്ര ഉണ്ടെന്ന് വേഗം കൗണ്ട് ചെയ്യ്. 1 2 3 4 5 അല്ലേ? 5 λ/4 ഉണ്ട്. ആ ഗ്യാപ്പ് λ/4 ആയിട്ട് കണക്കൂട്ടിയാൽ മതി. 5 λ/4. λ = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 4L/5. ഇത് മൂന്നാമത്തെ കേസാണ്, λ3 ആണ്. അപ്പൊ ന്യൂ 3 = പറ V/λ3.
ലാംഡ 3ക്ക് പകരം 4l/5. സോ v by 4l/5. 5 എവിടേക്ക് പോവും? 5 നേരെ മുകളിലോട്ട് എത്തി. സോ nu3 ഈക്വൽ ടു 5v/4l. കിട്ടിയല്ലോ റേഷ്യോ. വാട്ട് ഈസ് v/4l? v/4l is nu1. അപ്പൊ ഇത് എത്ര nu1 ആണ്? 5 nu1. അപ്പൊ ഹാർമോണിക്സിന്റെ റേഷ്യോ ആദ്യത്തേത് nu1, രണ്ടാമത്തേത് 3 nu1, മൂന്നാമത്തേത് 5 nu1. അപ്പൊ ഏതാ റേഷ്യോ? ഹാർമോണിക്സിന്റെ റേഷ്യോ എത്രയാ? 1:3:5. എക്സാമിന് ചോദിക്കുക, എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് ക്ലോസ്ഡ് പൈപ്പ്, ഇത് തന്നെ ഓപ്പൺ പൈപ്പിലും ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക: ഷോ ദാറ്റ് ഇൻ ക്ലോസ്ഡ് പൈപ്പ് ദ ഹാർമോണിക്സ് ആർ ഇൻ ദ റേഷ്യോ 1:3:5. അപ്പം നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കേസ് കൗണ്ട് ചെയ്ത് തന്നെ വരയ്ക്കാം. ആദ്യത്തെ കേസിൽ ഒരു നോഡ്, ഒരു ആൻറ്റി നോഡ്. രണ്ടാമത്തെ കേസിൽ 2 നോഡ്, 2 ആൻറ്റി നോഡ്. മൂന്നാമത്തെ കേസിൽ 3 നോഡ്, 3 ആൻറ്റി നോഡ്. കൗണ്ട് മാറിയാൽ റേഷ്യോ മാറും. അപ്പോൾ 1:3:5. ഒന്നുകൂടെ നോക്കിക്കേ പെട്ടെന്ന്. ആദ്യത്തെ കേസിൽ L ഈക്വൽ ടു λ/4, λ1 ഈക്വൽ ടു 4l, ന്യൂ ഈക്വൽ ടു v/λ. സോ nu1 ഈക്വൽ ടു v/λ1. λ1ന് പകരം 4l. രണ്ടാമത്തെ കേസ് എത്ര λ/4? 1, 2, 3 λ/4. സോ λ ഈക്വൽ ടു 4l/3. nu2 ഈക്വൽ ടു v/λ2ന് പകരം 4l/3. 3 മുകളിലോട്ട് പോയി. ബാക്കി എന്താ ആൻസർ? 3 nu1. മൂന്നാമത്തെ കേസിൽ 5 nu1. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓപ്പൺ പൈപ്പിൽ നോക്കാം. നേരത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓപ്പൺ പൈപ്പ്. നേരത്തെ ക്ലോസ്ഡ് പൈപ്പാണ്, റേഷ്യോ 1:3:5. ഇനി ഓപ്പൺ പൈപ്പ്. ശ്രദ്ധിക്കുക, ഫിഗർ ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഏതാ നോഡ്, ഏതാ ആൻറ്റി നോഡ് എന്ന് നിങ്ങൾ പറയണം. ഇത് മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത് നോഡ്, ഇത് ആൻറ്റി നോഡ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഒരു നോഡ്, 2 ആൻറ്റി നോഡ്. രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും? 2 നോഡ്, 3 ആൻറ്റി നോഡ്. ആൻറ്റി നോഡിൻ്റെ എണ്ണം ഒന്ന് കൂടുതലായിരിക്കും നോഡിനേക്കാളും. ഇവിടെയോ ഇത് നോഡ്, ഇത് നോഡ്, ഇത് നോഡ്. 3 നോഡ്. അപ്പോൾ എത്ര ആൻറ്റി നോഡ്? +1. 4 ആൻറ്റി നോഡ്. 1, 2, 3, 4. ഇതാണ് എന്തിൻ്റെ ഫിഗർ? ഓപ്പൺ പൈപ്പിൻ്റെ 3 ഹാർമോണിക്സിൻ്റെ ഫിഗർ. 3 ഡിഫറെൻറ്റ് കേസ്. ഇപ്പോൾ ഫസ്റ്റ് കേസ് ഓപ്പൺ പൈപ്പ് ക്ലോസ്ഡ് പൈപ്പ് ചെയ്തതുപോലെ തന്നെയാണ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ. ട്യൂബിൻ്റെ ലെങ്ത്ത് L ആണെങ്കിൽ എത്ര λ/4? λ/4 തന്നെ എടുക്കണം എന്നില്ല കേട്ടോ, λ/2ലും ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ λ/4 ചെയ്തതുകൊണ്ടാണ് ഇവിടെ λ/4 ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതാ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആൻറ്റി നോഡ് λ/2 ആണ്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാ അല്ലെങ്കിൽ ഇതൊരു λ/4, ഇതൊരു λ/4. λ/4 തന്നെ ചെയ്യാം, മെത്തേഡ് മാറി മാറി ചെയ്യണ്ട. അപ്പം എത്ര? 2 λ/4 അല്ലേ? 2 λ/4 കട്ട് ചെയ്തു, λ/2 ആയി മാറി. അപ്പോഴും ഇതാ നോഡ്, 2 ആൻറ്റി നോഡിനിടയിൽ λ/2 സെയിം തന്നെ എല്ലാം വരാം. λ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 12. ഇതാണ് λ1. ന്യൂ ഈക്വൽ ടു v/λ. അപ്പം nu1 ഈക്വൽ ടു v/λ1. ദാറ്റ് ഈസ് v/12. ഫസ്റ്റ് കേസിൽ എത്രയാണ് ഫ്രീക്വൻസി? nu1 ഈക്വൽ ടു v/12. രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കണം. L ഈക്വൽ ടു എത്ര λ/4? 1, 2, 3, 4 λ/4. 4 λ/4. എന്തൊക്കെ കട്ട് ചെയ്യും? 4 കട്ട് ചെയ്യും.
ബാക്കി ലാംഡ 2 ഈക്വൽ ടു ഒരു എൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കേസിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണ്. ഇനി ന്യൂ 2 ഈക്വൽ ടു വി ബൈ ലാംഡ 2. ലാംഡ 2 എന്ന് പകരം നമ്മൾ എന്ത് കൊടുക്കും? എൽ കൊടുക്കും. സോ ന്യൂ 2 ഈക്വൽ ടു വി ബൈ എൽ അല്ലേ? ലാംഡ 2 പകരം എൽ കൊടുത്തു. ഇനി ഈ ഇക്വേഷൻ ഇതായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യണം വേണ്ടേ? എന്നാലല്ലേ ഹാർമോണിക്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വി ബൈ 2L ആണ്, ഇത് വി ബൈ എൽ ആണ്, ഇത് വി ബൈ 2L ആണ്. അപ്പൊ ഇതിനെ നമുക്ക് വി ബൈ 2L ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. താഴെ മാത്രം 2 കൊടുക്കാൻ അങ്ങനെ പറ്റുമൊന്നുമില്ല. സോ മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴോ ന്യൂ 2 ഈക്വൽ ടു 2v by 2l. മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ ഏകദേശം ഒരു റേഷ്യോയിലായി അല്ലേ? ഇതാ ഈ v by 2l എന്താണ്? വാട്ട് ഈസ് v by 2l? ന്യൂ 1 അല്ലേ? ഇതാ ബ്രാക്കറ്റിലെല്ലാം നോക്ക്, v by 2l. ആരാണ് v by 2l? ന്യൂ 1. അപ്പൊ എന്ത് വരും? ന്യൂ 2 എന്ന് പറയുന്നത് ഈ 2 പുറത്തുണ്ട്. 2 ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആരാ? ഇപ്പൊ രണ്ടാമത്തത് എന്താ? ഫസ്റ്റ് കേസിന്റെ ഡബിൾ ആണ് വന്നത്. അപ്പൊ മൂന്നാമത്തത് എന്തായിരിക്കും എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ പറഞ്ഞേ? എൽ ഈക്വൽ ടു എത്ര ലാംഡ ബൈ 4 ഉണ്ട്? വേഗം കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 6 ലാംഡ ബൈ 4. കട്ട് ചെയ്തു അല്ലേ? മേലെ 3, താഴെ 2. 3 ലാംഡ ബൈ 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ 2 മുകളിലോട്ട് പോകും, 3 താഴേക്ക് വരും. ഇപ്പൊ ലാംഡ ഈക്വൽ ടു 12 ബൈ 3. ഇതാണ് ലാംഡ 3. ഇനി ന്യൂ 3 കാണാം. ന്യൂ 3 ഈക്വൽ ടു വി ബൈ ലാംഡ 3. ലാംഡ 3ക്ക് പകരം എന്ത് കൊടുക്കും? വി ബൈ 12 ബൈ 3. 3 മുകളിലോട്ട് പോയാൽ 3v ബൈ 12. ഈ v ബൈ 12 വീണ്ടും കിട്ടിയില്ലേ? v ബൈ 12 എന്താ? ന്യൂ 1. അപ്പൊ എത്രയാ റേഷ്യോ? 3 ന്യൂ 1. അപ്പൊ റേഷ്യോ നോക്കിക്കൊന്നൂടെ. ഇത് ന്യൂ 1, രണ്ടാമത്തത് 2 ന്യൂ 1, മൂന്നാമത്തത് 3 ന്യൂ 1. അപ്പൊ എന്താ റേഷ്യോ? ഓപ്പൺ പൈപ്പിന്റെ റേഷ്യോ 1:2:3. അപ്പൊ ക്ലോസ്ഡ് പൈപ്പില് 1:3:5 ആണെങ്കിൽ ഓപ്പൺ പൈപ്പില് 1:2:3 ആണ്. അപ്പൊ ഇതിനോട് റിലേറ്റ് ഇതും ചോദിക്കും കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഓപ്പൺ പൈപ്സ് ആർ പ്രിഫേർഡ് മോർ ദാൻ ക്ലോസ്ഡ് പൈപ്സ് ഇൻ ഓർഗൻ പൈപ്പ്. ഓർഗൻ പൈപ്പിൽ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ക്ലോസ്ഡ് പൈപ്പിനേക്കാൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഓപ്പൺ പൈപ്പാണ്. വൈ? എന്താ കാര്യം? ഓപ്പൺ പൈപ്പിൽ എത്ര റേഷ്യോ? 1:2:3. ഓൾ ദ ഹാർമോണിക്സ് ആർ പ്രസന്റ്. But in closed pipe 1:3:5 only odd harmonics are present. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ എന്തുകൊണ്ടാണ് ഓപ്പൺ പൈപ്പ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? In open pipe all the harmonics are present, but in closed pipe only odd harmonics are present. 1 3 5 അങ്ങനെ odd harmonics മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ 1 2 3 എല്ലാ ഹാർമോണിക്സും പ്രസന്റ് ആണ്. സോ ഓപ്പൺ പൈപ്സ് ആർ പ്രിഫേർഡ് മോർ ദാൻ ക്ലോസ്ഡ് പൈപ്പ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർഗൻ പൈപ്പിൽ ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും പഠിച്ചു, ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. പിന്നെ അതിൽ എന്തുകൊണ്ടാണ് ഓപ്പൺ പൈപ്പ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് അതും പഠിക്കാം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, റിവിഷൻ ആയതുകൊണ്ട്. ബാക്കി നിങ്ങൾ നോട്ട്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ച് പഠിക്കുക. ഒരുവിധം എല്ലാ ടോപ്പിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് ഡോപ്ലർ എഫക്റ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ 10th മുതലേ പഠിക്കുന്നുണ്ട് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഇസ് ഡോപ്ലർ എഫക്റ്റ്? ഡോപ്ലർ എഫക്റ്റ് പറയാൻ നമ്മളൊരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ ദൂരത്തുനിന്ന് വിസിലടിച്ചുകൊണ്ട് വരുന്നുണ്ട്.
ട്രെയിൻ നമ്മൾ അടുത്തെത്തുന്നതിനനുസരിച്ച് നമുക്ക് ആ പിച്ച് എന്തായിരിക്കും, ആ വിസിലിൻ്റെ പിച്ച് കൂടുതലായിരിക്കും അല്ലേ. ട്രെയിൻ നമ്മൾ അടുത്തെത്തുന്നതിനനുസരിച്ച് പിച്ച് കൂടി വരും. പിന്നെ ട്രെയിൻ നമ്മളടുത്തുനിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പിച്ച് കുറയും. ആ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ് എന്ത്, ഡോപ്ലർ എഫക്റ്റ് പറയുന്നത്. വെൻ ദ സോഴ്സ് ഓർ ലിസണർ ഓർ സൗണ്ട് അത് അവരിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്ന സമയത്ത് അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഉണ്ടാവുന്നതാണ് ഡോപ്ലർ എഫക്റ്റ് പറയുന്നത്. ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ്, ലിസണർ ഓർ സൗണ്ട് ഇസ് നോൺ ആസ് ഡോപ്ലർ എഫക്റ്റ്. അതിലൊരു ഡെറിവേഷൻ ചെയ്യാനുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചോദിക്കുന്നത് ഡോപ്ലർ എഫക്റ്റ് ആണ്. ശ്രദ്ധിച്ചേ, ഇത് ഈ ഡയറക്ഷനിൽ തന്നെ വരച്ച് പഠിക്കണം എന്നുള്ളത്. ഇതാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് വി. ഇത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അതായത് റൈറ്റിലേക്ക് പോകുന്നതെല്ലാം പോസിറ്റീവാണ്. ഇതാണ് സൗണ്ടിൻ്റെ വെലോസിറ്റി വി. ഇനി ഇവിടെ സോഴ്സ്, ഫോർ എക്സാമ്പിൾ ട്രെയിൻ ആണെന്ന് കരുതുക. ഇത് സോഴ്സിൻ്റെ വെലോസിറ്റി വി എസ്. ഇവിടെ ലിസണർ ഉണ്ട്, നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നമ്മൾ, അത് ലിസണറിൻ്റെ വെലോസിറ്റി വി എൽ. ഇപ്പം റൈറ്റിലേക്ക് പോകുന്നതൊക്കെ പോസിറ്റീവും ലെഫ്റ്റിലേക്ക് വരുന്നതൊക്കെ നെഗറ്റീവും ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഇത് വെലോസിറ്റി ഓഫ് സൗണ്ട് വി. ഇത് സോഴ്സ് എസ്, അതിൻ്റെ വെലോസിറ്റി വി എസ്, ലിസണർ എൽ, അതിൻ്റെ വെലോസിറ്റി വി എൽ. അപ്പം ഡിറൈവ് ചെയ്യാൻ പോവാണേ, ശ്രദ്ധിക്കാം. ആദ്യം ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ. ഫ്രീക്വൻസി എന്താ ഇക്വേഷൻ? ന്യൂ ഈക്വൽ ടു വി ബൈ ലാംഡ. അതല്ലേ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, വി എസ് ഈക്വൽ ടു ന്യൂ ലാംഡ. അപ്പം ന്യൂ ഈക്വൽ ടു വി ബൈ ലാംഡ. അതവിടെ ഇരിക്കട്ടെ. ഇത് ഇക്വേഷൻ നമ്പർ 1. അതാണ് ഫ്രീക്വൻസി, ന്യൂ ഈക്വൽ ടു വി ബൈ ലാംഡ. ഇനി അടുത്തത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ്. റിലേറ്റീവ് വെലോസിറ്റി പഠിച്ചിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അതാണ് റിലേറ്റീവ് വെലോസിറ്റി. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, വി എ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി. ഓർമ്മയില്ലേ? അതേപോലെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് എന്താ വരിക? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി ആയിരുന്നു. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ വെലോസിറ്റി മൈനസ് സോഴ്സിൻ്റെ വെലോസിറ്റി വി മൈനസ് വി എസ്. അത് റിലേറ്റീവ് വെലോസിറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീക്വൻസി അറിയാം, വെലോസിറ്റി അറിയാം, അവിടെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. സോ അപ്പാരന്റ് വേവ് ലെങ്ത്, കോമ ലാംഡ ഡാഷ്. അപ്പാരന്റ് ആയതുകൊണ്ടാണ് ലാംഡ ഡാഷ്. വേവ് ലെങ്ത്തിൽ മാറ്റം വന്നു, അതാണ് അപ്പാരന്റ് വേവ് ലെങ്ത്. ലാംഡ ഡാഷ് ഈക്വൽ ടു, ഇവിടുന്ന് പറഞ്ഞേ, ലാംഡ മുകളിലോട്ട് പോയാൽ ന്യൂ താഴേക്ക് വരും. ലാംഡ ഡാഷ് ഈക്വൽ ടു ഏതാ വെലോസിറ്റി? റിലേറ്റീവ് വെലോസിറ്റി വി മൈനസ് വി എസ് ബൈ ഫ്രീക്വൻസി ന്യൂ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് എഴുതി വെക്കുക. ലാംഡ ഈക്വൽ ടു വി ബൈ ന്യൂ ആണ്. ലാംഡ വി ബൈ ന്യൂ ആയതുകൊണ്ട് ലാംഡ ഡാഷ് ഈക്വൽ ടു വെലോസിറ്റി ഇതാ ഇവിടെ തന്നെ ഉണ്ട്, വി മൈനസ് വി എസ് ബൈ ന്യൂ. ഇനി അടുത്തത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിസണർ കൂടെ ഉണ്ട്. അതെന്ത് കൊടുക്കാം? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിസണർ എന്താ വരിക? വി, സൗണ്ടിന്റെ വെലോസിറ്റി വി മൈനസ് ലിസണറിന്റെ വെലോസിറ്റി വി എൽ. അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിസണർ വി മൈനസ് വി എൽ. Therefore എത്തിയല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പാരന്റ് ഫ്രീക്വൻസി
അപ്പാരന്റ് ഫ്രീക്വൻസി ന്യൂ ഡാഷ് ഈക്വൽ ടു v ബൈ ലാംഡയാണ്. ന്യൂ ഡാഷ് ഈക്വൽ ടു v മൈനസ് vl ബൈ ലാംഡ ഡാഷ്. ഈ ലാംഡ ഡാഷ് എന്താന്ന് കിട്ടിയിട്ടുണ്ട് നേരത്തെ ഇക്വേഷൻ നമ്പർ 2. സോ v മൈനസ് vl ബൈ എന്താ ലാംഡ ഡാഷ് v മൈനസ് vs ബൈ ന്യൂ. ആ ന്യൂ നമുക്ക് നേരെ മുകളിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ ഞാൻ ഇവിടേക്ക് എഴുതുകയാണേ. ന്യൂ ഡാഷ് ഈക്വൽ ടു, അതാണ് അപ്പാരന്റ് ഫ്രീക്വൻസി, ന്യൂ ഡാഷ് ഈക്വൽ ടു v മൈനസ് vl ബൈ v മൈനസ് vs, ഈ ന്യൂ നേരെ മുകളിലോട്ട് പോയി, ഇൻറ്റു ന്യൂ. The apparent change in frequency between the relative motion of source, listener or sound is known as Doppler effect എന്നാ പഠിച്ചത്. apparent frequency ന്റെ ഇക്വേഷൻ ആണ് ന്യൂ ഡാഷ് ഈക്വൽ ടു v മൈനസ് vl ബൈ v മൈനസ് vs ഇൻറ്റു ന്യൂ. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിക്കുക. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ ഒന്ന് ബേസ് ചെയ്താൽ മതി. ആദ്യം ഒരു ലൈൻ വരയ്ക്കാം. ആ ലൈനിൽ ആദ്യം തന്നെ സോഴ്സ് ആണ്. ലിസണറിന് ആദ്യം കൊടുത്താൽ ഫുള്ള് തല തിരിഞ്ഞു പോകും. ആദ്യം സോഴ്സ് കൊടുക്കുക, വെലോസിറ്റി ഓഫ് സോഴ്സ് vs. പിന്നെ അടുത്തത് ലിസണറിനെ കാണിക്കുക, ലിസണറിൻ്റെ വെലോസിറ്റി vl. പിന്നെ വെലോസിറ്റി ഓഫ് സൗണ്ട് നേരെ റൈറ്റിലേക്ക് v, അത് പോസിറ്റീവ്. ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ ന്യൂ ഈക്വൽ ടു v ബൈ ലാംഡ. പിന്നെ സോഴ്സ് അല്ലേ ആദ്യം വരുന്നത്, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ്, അത് വെച്ച് അപ്പാരന്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കും. പിന്നെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സോഴ്സ് വിത്ത് റെസ്പെക്ട് ടു സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിസണർ, അത് v മൈനസ് vl. അവിടുന്ന് അപ്പാരന്റ് ഫ്രീക്വൻസി ന്യൂ ഡാഷ് ഈക്വൽ ടു v മൈനസ് vl ബൈ ലാംഡ ഡാഷ്. ഈ ഓർഡറിൽ തന്നെ ചെയ്താൽ മതി. ഒരു 4-5 സ്റ്റെപ്പിൽ നമുക്ക് ഈ ഡെറിവേഷൻസ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആദ്യം ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ ചെയ്യുക, പിന്നെ സൗണ്ടും സോഴ്സും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, അവിടുന്ന് അപ്പാരന്റ് വേവ് ലെങ്ത്, പിന്നെ സൗണ്ടും ലിസണറും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, അവിടുന്ന് അപ്പാരന്റ് ഫ്രീക്വൻസി. ക്ലിയർ ആയോ? എന്താ ഇക്വേഷൻ? ന്യൂ ഡാഷ് ഈക്വൽ ടു v മൈനസ് vl ബൈ v മൈനസ് vs ഇൻറ്റു ന്യൂ. ഇനി ഇത് തന്നെ കുറേ ഡിഫറെൻറ്റ് കേസസ് പറയാനുണ്ട്. ഡിഫറെൻറ്റ് കേസ് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സോഴ്സ് സ്റ്റേഷനറി ആയിട്ട് വയ്ക്കാം. സോഴ്സ് സ്റ്റേഷനറി ആയാൽ vs എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നിട്ട് ലിസണറിനെ നമുക്ക് ടുവേർഡ്സ് ദ സോഴ്സും എവേ ഫ്രം ദ സോഴ്സും ചെയ്യാം. ലിസണർ ഇസ് മൂവിങ് ടുവേർഡ്സ് സ്റ്റേഷനറി സോഴ്സ്. സോഴ്സ് സ്റ്റേഷനറി ആണെങ്കിൽ vs എന്തായിരിക്കും? 0 ആയിരിക്കും. ലിസണർ ഇസ് മൂവിങ് ടുവേർഡ്സ് എന്നാ പറഞ്ഞത് സോഴ്സിൻ്റെ അടുത്തേക്ക്. അപ്പം നോക്കിക്കേ ഡയറക്ഷൻ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വരുന്നത്, അപ്പം നെഗറ്റീവ്, vl നെഗറ്റീവ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ന്യൂ ഡാഷ് ഈക്വൽ ടു v മൈനസ് vl എന്താ? നെഗറ്റീവ്, മൈനസ് ഓഫ് മൈനസ് പ്ലസ് vl ബൈ v മൈനസ് vs എന്താന്ന് പറഞ്ഞു? 0 ആണ്, കാരണം സ്റ്റേഷനറിയാണ്. ഇനി അത് തന്നെ ലിസണർ ഇസ് മൂവിങ് എവേ ഫ്രം സ്റ്റേഷനറി സോഴ്സ്. ലിസണർ ഇസ് മൂവിങ് എവേ ഫ്രം സ്റ്റേഷനറി സോഴ്സ്. സ്റ്റേഷനറി സോഴ്സിന് എവേ ആണെന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എന്തായി? പ്ലസ് ആയി. ഇനി ഇത് സ്റ്റേഷനറി ആയിട്ട് വയ്ക്കാം, ലിസണർ. അപ്പോൾ പറഞ്ഞേ സോഴ്സസ് മൂവിങ് ടുവേർഡ്സ് സ്റ്റേഷനറി ലിസണർ. ടുവേർഡ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. സോഴ്സസ് മൂവിങ് എവേ ഫ്രം സ്റ്റേഷനറി ലിസണർ. സോഴ്സസ് മൂവിങ് എവേ ഫ്രം സ്റ്റേഷനറി ലിസണർ, നെഗറ്റീവ്. ഇനിയൊരു കേസ് ഉണ്ട്, രണ്ടുപേരും മൂവ് ചെയ്യാം. അപ്പോൾ സോഴ്സസ് മൂവിങ് ടുവേർഡ്സ് ദ ലിസണറും ലിസണർ ഇസ് മൂവിങ് ടുവേർഡ്സ് ദ സോഴ്സും. സോഴ്സ് ലിസണറിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ പ്ലസ്, ലിസണർ സോഴ്സിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ മൈനസ്. ഇനി എന്ത് ചെയ്യാം? സോഴ്സ് മൂവിങ് ടുവേർഡ്സ് ലിസണർ, ലിസണർ മൂവിങ് എവേ ഫ്രം സോഴ്സ്, രണ്ടും പോസിറ്റീവ്. പിന്നെ സോഴ്സ് മൂവിങ് എവേ ഫ്രം ലിസണർ, ഇങ്ങോട്ടാണ് വരിക. ലിസണർ മൂവിങ് ടുവേർഡ് സോഴ്സ്, അതും ഇങ്ങോട്ട്, രണ്ട് നെഗറ്റീവ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം ഇക്വേഷൻ, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട്. ഞാൻ നിങ്ങൾക്ക് മെയിൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് തന്നിട്ടുണ്ട്.
അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്യാം, ഈ വേവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക് കൂടെ ഉണ്ട്, അത് നിങ്ങൾ വായിക്കണം. എന്താ ബീറ്റ് എന്ന് പറഞ്ഞാൽ? രണ്ട് സൗണ്ട് വേവ്സ് സെയിം ആംപ്ലിറ്റ്യൂഡും സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയുള്ള രണ്ട് സൗണ്ട് വേവ്സ് കൂടിച്ചേരുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ പറയുന്നത്? പറ, എന്താ പറയുന്നത്? ബീറ്റ്. ആ ബീറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഒന്ന് വായിക്കാം. ഓക്കെ.